ഡിയേഴ്സ്, അങ്ങനെ നമ്മുടെ +2 CBSE കെമിസ്ട്രി എക്സാം തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് അല്ലേ. 27th നമ്മുടെ എക്സാം. അപ്പോൾ ഇനി നമ്മുടെ മുമ്പിലുള്ളത് വളരെ കുറച്ച് സമയമാണ്. ഈ സമയത്ത് ഏറ്റവും എഫക്റ്റീവായി ടാക്കിൾ ചെയ്യുന്ന ഒരാൾക്കായിരിക്കും നമ്മുടെ കെമിസ്ട്രി എക്സാമിന് നല്ല ഒരു സ്കോറോട് കൂടി പാസ്സാവാൻ സാധിക്കുക. ഏറ്റവും ഈസിയായി ഏറ്റവും മാർക്കോട് കൂടി ബോർഡ് എക്സാം പാസ്സാവാൻ നമ്മൾ എന്താണ് ചെയ്യുക? ഇനി മുൻപിലുള്ള സമയം ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കുക എന്നത് തന്നെയാണ് അതിനുള്ളൊരു സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാനിരിക്കുമ്പോൾ ഒരുപാട് ടോപ്പിക്സിൽ ഡൗട്ടുകൾ വരും. ഓരോ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടും എന്ന് ആലോചിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ വരും. അപ്പം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് കെമിസ്ട്രിക്കായി ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്ന് ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 9 മണിക്ക് നമ്മൾ 3 ചാപ്റ്റേഴ്സിനെ തിയറി അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. സൊല്യൂഷൻസ്, കൈനറ്റിക്സ്, ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്. ഇതേ ചാപ്റ്റേഴ്സിന്റെ PYQ ഡിസ്കഷൻ ആയിരിക്കും ഇന്ന് വൈകിട്ട് കൃത്യം 7 മണിക്ക് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ലൈവ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ആ ഒരു ലൈവ് കണ്ടതിന് ശേഷം വൈകിട്ട് കൃത്യം 7 മണിയാകുമ്പോൾ നമ്മുടെ ലൈവിലേക്ക് വരാം. കാരണം എത്ര തന്നെ തിയറി പഠിച്ചാലും നമുക്ക് ഒരുപാട് ന്യൂമറിക്കൽസും ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ പോലും ഉത്തരം എഴുതാൻ പറ്റാതെ പോകുന്ന സാഹചര്യമാണ് അല്ലേ. അത് പരിഹരിക്കണമെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോപ്പർ ടൈം ടേബിൾ നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത്. ഇനി നാളെ 23-ാം തീയതി ഞായറാഴ്ച 9 മണിയാകുമ്പോൾ വീണ്ടും നമ്മുടെ അടുത്ത ലൈവ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അനൂമിസിന്റെ ക്ലാസ്സുകളായിരിക്കും. അവിടെ നിങ്ങൾ 3 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ബയോമോളിക്യൂൾസ് ഉണ്ടാവും, DF ഉണ്ടാവും, അതേപോലെ ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ടാവും. ശേഷം വൈകിട്ട് 7 മണിക്ക് ഇതേ ചാപ്റ്റേഴ്സിന്റെ PYQ ഡിസ്കഷൻ. അതിനുശേഷം 24-ാം തീയതി മാധവ് സാറിന്റെ ക്ലാസ്സുകളാണ്. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് സാറ് ഡിസ്കസ് ചെയ്യുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ടുകളും ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അറേൻസും. ഈ ചാപ്റ്റേഴ്സിന്റെ PYQ ഡിസ്കഷൻ അന്നേ ദിവസം വൈകിട്ട് 7 മണിക്ക് ഉണ്ടാവുന്നതാണ്. ഫൈനലി 25-ാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ ഷഫീഖ് സാറ് വരുന്നുണ്ട്. നിങ്ങളുടെ ഓർഗാനിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്, അതേപോലെ തന്നെ അമൈൻസ്. അപ്പോൾ രാവിലെ കൃത്യം 9 മണിക്ക് നമ്മൾ അടിപൊളിയായിട്ട് കോൺസെപ്റ്റുകൾ റിവൈസ് ചെയ്യുന്നു. അതിനുശേഷം വൈകിട്ട് 7 മണിക്ക് ആ ചാപ്റ്റേഴ്സിന്റെ PYQs ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ മുമ്പിലുള്ള ഈ 4 ദിവസങ്ങൾ നമ്മൾ പകൽ മുഴുവൻ തിയറി പഠിക്കുന്നു, റിവൈസ് ചെയ്ത് വൈകിട്ട് വീണ്ടും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഈ 4 ലൈവുകളും പ്രോപ്പറായിട്ട് കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 10 ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടാവും. അതിനുശേഷം കഴിഞ്ഞിട്ടില്ല, 26-ാം തീയതി രാവിലെ 9 മണിക്ക് നമ്മുടെ മെഗാ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ ഞാനും ഷഫീഖ് സാറും മാധവ് സാറും അനൂമിസും എല്ലാവരും ഉണ്ടാവും. നമ്മുടെ 10 ചാപ്റ്റേഴ്സും ഒന്നിച്ച് അതിൽ നിന്ന് വരുന്ന ഓരോ ചോദ്യങ്ങളും അരിച്ചു പെറുക്കി നമ്മൾ അന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാവും. അപ്പൊ മക്കളെ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇത്രയും അധികം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ, ഇത്രയും അധികം നമ്മൾ പ്രിപ്പയർ ആയാൽ ബോർഡ് എക്സാം അല്ല മറ്റേത് എക്സാം വന്നാലും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കളിച്ച് ചിരിച്ച് നടക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. സീരിയസ് ആയിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി തന്നെ എൻ്റെ കുട്ടികൾ എല്ലാവരും പഠിക്കുക. ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെല്ലാം താങ്ങായി തണലായി ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒന്നിച്ച് പഠിച്ച് നമ്മുടെ കെമിസ്ട്രി ബോർഡ് എക്സാം അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യുന്നതാവും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ലൈവിലേക്ക് എത്തണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈവിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്.